SS-ൽ വളരെ മനോഹരമായിട്ട് ലേസർ കട്ടിങ്ങോട് കൂടി ചെയ്ത ഒരു വർക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് ഹാൻഡ് റെയിലൊക്കെ ഈ രീതിയിൽ വീടുകളിലും അതുപോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ACP ഷീറ്റ് തന്നെ ക്ലാഡിങ്ങിൽ CNC കട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണിത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കൂ, വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ACPയിൽ ഈ ചെയ്യുന്നത്. ലിവിംഗ് പാർട്ടീഷനിൽ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിങ്ങിനെ പാർട്ടീഷനിലൂടെ ഡൈനിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇതൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡോർ പോലെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു പാനലാണ് ഈ കാണുന്നത്. അറബിക് ഡിസൈൻ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് മെഷീനിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇതിൽ ഫിനിഷിംഗ് വർക്കുകളൊക്കെ സ്റ്റിക്കർ എല്ലാം ഒരു കളയാനുണ്ട്. അതെ അതെ, അതിന്റെ ശരിയായിട്ടുള്ള ഭംഗി അതിന് വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ കണ്ടു. അപ്പോൾ സാധാരണക്കാരൻ ചെറിയൊരു വീടിന്റെ വർക്കൊക്കെ ചെയ്യാൻ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഷുവറായിട്ടും പോകും. അതിന്റെ പൊസിഷനൊക്കെ ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് അതിനുശേഷം മാത്രമാണ് ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഹായ് ഫ്രണ്ട്സ്, വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ മനോഹരമാക്കാനുള്ള ഒരു നല്ല ഐഡിയ ആണ് CNC കട്ടിങ് കൊണ്ടുള്ള ഡിസൈനുകൾ. അങ്ങനെ CNC കട്ടിങ് കൊണ്ടുള്ള ഡിസൈനുകൾ ചെയ്യുന്ന ഒരു കിടിലൻ ടീമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ടീമിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അവർ ചെയ്തിരിക്കുന്ന അടിപൊളി 1-2 വർക്കൊക്കെ നമുക്ക് കാണാം. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങുകളിലൊക്കെ മൾട്ടിവുഡ് കൊണ്ടോ അതും അല്ലെങ്കിൽ മെറ്റലിലോ ഒക്കെ നല്ല പാറ്റേൺ ഡിസൈനുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയ തന്നെയാണ്. അതുപോലെ നമ്മുടെ വീടുകൾ എങ്ങനെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ മനോഹരമാക്കാം ഇതുപയോഗിച്ച് എന്നൊക്കെ അറിയാം. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന 1-2 ഡിസൈൻ കാണിക്കാനാണ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ MG റോഡിൽ ഷീമാട്ടിയിലാണ്. ഷീമാട്ടിയിൽ CNC കട്ടുകൊണ്ട് ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വർക്കുകൾ കണ്ടതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം MG റോഡിലുള്ള ഷീമാട്ടിയിലാണ്. ഈ കാണുന്ന ഷീമാട്ടി സ്ഥാപനത്തിന്റെ മെയിൻ എൻട്രൻസുകളിലെല്ലാം CNC ഡിസൈനുകൾ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ബാൽക്കണി ഏരിയകളിൽ എല്ലാ ഫ്ലോറിലും ഡ്രസ്സിംഗ് ഏരിയകളിലൊക്കെ ഈ ഒരു CNC ഡിസൈൻ്റെ. എന്നാൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷീമാട്ടിയുടെ അകത്തും അതിന്റെ പുറത്തൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള CNC കട്ടിങ് നമ്മളിപ്പോൾ അടുത്ത് തന്നെ കാണുന്ന ഈ CNC ഡിസൈൻ ഇത് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന CNC ആണ്. ഇത് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന CNC ഡിസൈനാണ്. നല്ലൊരു മോഡേൺ പാറ്റേൺ ഒക്കെ കൊടുത്ത് ഇതുപോലെ എൻട്രൻസുകളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടെ ഹാൻഡ് റെയിലിൽ കൊടുത്തിരിക്കുന്നു ലേസർ കട്ടിങ്ങോട് കൂടിയ സ്റ്റീലിൽ SS-ൽ വളരെ മനോഹരമായിട്ട് ലേസർ കട്ടിങ്ങോട് കൂടി ചെയ്ത ഒരു വർക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് ഹാൻഡ് റെയിലൊക്കെ ഈ രീതിയിൽ വീടുകളിലും അതുപോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ അതുമല്ലെങ്കിൽ ഇതിൻ്റെ എൻട്രൻസിൽ ഈ കാണുന്ന ഈ ഒരു ഐഡിയ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ CNC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. CNC കട്ടിങ്ങോട് കൂടി വീടുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈനുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ ഒരു നല്ല ഒരു ഐഡിയ തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഷീമാട്ടിയുടെ മറ്റൊരു എൻട്രൻസിലാണ്. എൻട്രൻസിലുള്ള വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു പാറ്റേൺ ഡിസൈനാണ്. ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ഡിസൈനുകളൊക്കെ തന്നെയാണ് കേട്ടോ ഈ CNC കട്ടിങ്. ഇനിയും മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് മനസ്സിലാകുന്നു കരുതുന്നു. കാരണം ഇത് നല്ലൊരു മൾട്ടിവുഡിൻ്റെ ഒരു വർക്ക് തന്നെയാണ്. ഇത് എൻട്രൻസിൽ മാത്രമല്ല, നമ്മൾ ലിവിങ് പാർട്ടീഷനുകളിലൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ ഷീമാട്ടിയുടെ ഏകദേശം മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന ഈ പാസേജ് മുഴുവനായിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിന്റെ വ്യത്യസ്ത ഏരിയകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇന്റീരിയറിൽ നമ്മളെ വീടുകളിൽ ഇത് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനൊരു സംശയം തീർക്കാൻ നമ്മൾ ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. സിറ്റിയിൽ തന്നെയുള്ള ഒരു വീടാണ്. ഇതിന്റെ ലിവിങ് പാർട്ടീഷനിൽ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിങ്ങിനെ പാർട്ടീഷനിലൂടെ ഡൈനിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇതൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഡോർ പോലെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ഈ പാറ്റേണും CNC ഡിസൈൻ തന്നെയാണ്. ഇതുപോലുള്ള മനോഹരങ്ങളായ ഡിസൈൻ നമുക്ക് ഇന്റീരിയറിൽ ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സംശയം തീർന്നല്ലോ. ഇനി നമുക്ക് എക്സ്റ്റീരിയറിൽ ഇത് എവിടെയെല്ലാം കൊടുക്കാം, നല്ല ഭംഗിയിൽ എവിടെയൊക്കെ കൊടുത്ത് 1-2 സാമ്പിൾ കൂടി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ACP ഷീറ്റ് തന്നെ ക്ലാഡിങ്ങിൽ CNC കട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണിത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കൂ, വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ACPയിൽ ഈ ചെയ്യുന്നത്.
അപ്പൊ ACPയിലും ഇതുപോലുള്ള CNC കട്ടിങ് കൊടുത്തിട്ട് ബിൽഡിങ്ങുകൾ മനോഹരമാക്കാം. നമ്മുടെ നാടുകളിലൊക്കെ കുറച്ച് മുമ്പേ കണ്ടുവരുന്ന ഒരു സ്റ്റൈലാണ് ACP കൊണ്ടുള്ള ഡിസൈൻ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ACP പാനലുകൾ എക്സ്റ്റീരിയറിൽ വളരെ ഭംഗി തന്നെയാണ്. ബിൽഡിങ്ങുകൾക്ക് പുറമെ വീടുകളിൽ ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് ഈ കാണുന്നത്. ACPയിൽ നമ്മൾ പാറ്റേൺ CNC ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ മനസ്സിലാകാത്ത ആളുകൾക്ക് ഒന്നുകൂടി ക്ലിയറിന് വേണ്ടി ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാ ഈ ഗ്രീൻ ആൻഡ് ഗോൾഡ് ഡിസൈനിൽ വരുന്ന പാറ്റേണുകൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ലോങ്ങിന്ന് നല്ല വ്യൂ ആയിരിക്കും. ഈ ഒരു സിറ്റി മിഡിലിൽ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ് വളരെ ലോങ്ങിന്ന് തന്നെ നല്ല രീതിയിൽ ഒരു കാഴ്ച നമുക്ക് നൽകുന്നതാണ്. ACP പാറ്റേൺ കൊണ്ട് സിറ്റിയിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മളിതാ മറ്റൊരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എറണാകുളം സിറ്റിയുടെ മധ്യത്തിൽ തന്നെയാണ് ഇതും. ഇവിടെ നമുക്ക് കാണാം വുഡൻ പാറ്റേൺ. ഇവിടെ നമുക്ക് കാണാം വുഡൻ ഷെയ്ഡിലുള്ള ഫിനിഷാണ് ACPക്ക് ഉള്ളതെങ്കിലും സിൽവർ കളർ പാറ്റേണുകളാണ് ഈ ബിൽഡിങ്ങിൽ മുഴുവനായിട്ടുള്ളത്. ഇതൊരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഈ 2 കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിലെ പാറ്റേണുകൾ നമുക്കറിയാം ഈ അടുത്തുള്ള ബിൽഡിങ്ങിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ പാറ്റേൺ ഐഡിയ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വളരെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് ഇതൊരു ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റിയിൽ നിന്ന് നമുക്ക് ഈ ബിൽഡിങ്ങിനെ എടുത്ത് കാണിക്കപ്പെടും. അങ്ങനത്തെ ഒരു വ്യൂ കൂടെയാണ് ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗം അല്ലാതെ തന്നെ എൻട്രൻസിലുള്ള ചെറിയ ചെറിയ ഡിസൈനുകളും മറ്റുമൊക്കെ ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ ഈ ഒരു ടീം സിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിൽ മാത്രമല്ല കേരളത്തിന്റെ എവിടെയും ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഒരു കോഫി ഷോപ്പിന്റെ ചെറിയ സൈഡിൽ വരുന്ന കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റെയർ ഏരിയ ആണ് കേട്ടോ. ഇതിൽ വരുന്ന പാറ്റേണുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാതെ ചെറിയ ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ സിറ്റിയിൽ വന്ന ഒരു ഉദാഹരണം മാത്രമാണ് ഈ കാണുന്ന ഷോപ്പ്. ഇതുപോലുള്ള ഡിസൈനുക്കും വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളെ ഒന്ന് കാണണ്ടേ. നമ്മളിപ്പോ ഇതുവരെ കണ്ട ഈ ഒരു CNC ഐഡിയയുടെ പിന്നിലുള്ള ആളെ തേടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ കൂടെ ഉള്ളത് ഷാജിക്കയാണ് ഈ കണ്ട വർക്കുകൾക്കൊക്കെ പിന്നിൽ. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിന്റെ കൂടെ ഏത് രീതിയിലാണ് ഈ ഒരു ഐഡിയകൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ എറണാകുളം രവിപുരം ഷിപ്പ്യാർഡിന് അടുത്താണ് കേട്ടോ ഉള്ളത്. നമ്മൾ എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൽ എവിടെയും ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? കേരളത്തിൽ നിന്ന് എവിടുന്നില്ലായിട്ട് നമുക്ക് വർക്കുകൾ വരുന്നുണ്ട്. മുമ്പ് ഒരു 2 യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ നമുക്കിപ്പോ കേരളത്തിൽ അവിടെ നിന്നായിട്ടും വർക്കുകൾ വരുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് മെഷീന് ഇതാണല്ലോ, ഇതാണ് CNC റൂട്ടർ മെഷീൻ അല്ലേ? ഓക്കെ, ഈ ഒരു മെഷീനിലാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മൾട്ടിവുഡ്, MDF, മരം, ACP ഷീറ്റ്. ഇപ്പൊ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ളത് ബിൽഡിംഗ് ക്ലാഡിങ്ങിനായിട്ട്, അതെ നമ്മളിപ്പോ കണ്ട സംഭവം ഇപ്പൊ ബിൽഡിംഗ് ക്ലാഡിങ്ങിനായിട്ട് ACP ഷീറ്റിൽ CNC ഡിസൈൻ ചെയ്ത ഇതാണ് നമ്മളിപ്പോ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോ അവിടെ ചെയ്തത്, ഷൂട്ട് ചെയ്തത്. അതെ അതെ. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മളെ ഈ ഒരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇതിപ്പോ എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇന്റീരിയറിലും ഉണ്ട്, കുറെ ആൾക്കാർ കണ്ടതാണ്. അപ്പൊ ഇന്റീരിയറിൽ എങ്ങനെയുള്ളതിന് അപ്പുറം ബിൽഡിംഗിൽ എക്സ്റ്റീരിയറിൽ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ ഈ കാണുന്ന മെഷീനിൽ തന്നെയാണോ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്യുന്നത്? ഈ മെഷീനിലാണ് CNC റൂട്ടറിലാണ്. ഏതെല്ലാം വുഡ്, എന്തെല്ലാം മെറ്റീരിയൽ CNC റൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ ഒരുപാടുണ്ട്. മെയിനായിട്ട് മൾട്ടിവുഡ്, PVC ഷീറ്റ്, MDF, ACP, ഹൈലാം ഷീറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകളുണ്ട് റൂട്ടറിൽ ചെയ്യാൻ പറ്റും. മെറ്റല് ചെയ്യുന്നത് നമ്മൾ ലേസർ കട്ടിങ്. ഈ ഹാൻഡ് റെയിലിനൊക്കെ ഉപയോഗിച്ചത് ആ ഒരു ഐഡിയ ആണ് അല്ലേ? അതെ അതെ. ഇനി നമുക്ക് ഇതിന്റെ ഒരു എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചത് നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമല്ലേ എങ്ങനെയാണ് ഈ CNC ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു വുഡിലാണ് ഇപ്പൊ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ. ഇതിന്റെ സൈസ് നോക്കുകയാണ്. ഇത് മൾട്ടിവുഡിന്റെ ഒരു പീസാണ്. മൾട്ടിവുഡിലാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അളവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടം ഇനി കമ്പ്യൂട്ടറിലാണ് ഇതിന്റെ കാര്യങ്ങൾ. കമ്പ്യൂട്ടറിൽ അത് ഡിസൈൻ ചെയ്യാണ്. നമ്മൾ എന്താണോ പ്രിന്റ് എടുക്കേണ്ടത് അത് ഡിസൈനിൽ സെറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് വരിക. എന്നിട്ട് കമ്പ്യൂട്ടറിൽ അതിന്റെ ഏതൊരു അളവിലാണ് എത്ര, വേറെ എന്താണ് സാധിക്കാൻ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ? കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാം.
അത് പ്രോഗ്രാം ചെയ്യാം, മെഷീനിൽ കൊടുക്കാം. ആ 3 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. നമ്മൾ സാധാരണ ഒരു പേപ്പർ പ്രിന്റ് എടുക്കുന്ന സെയിം പ്രൊസീജിയർ ആണല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ഡിസൈൻ റെഡിയാക്കാൻ കുറച്ച് സമയം പിടിക്കും. ഡിസൈൻ ആദ്യം സെറ്റ് ചെയ്യണം. ഡിസൈൻ നമ്മള് ഇതിലേക്ക് നമ്മുടെ ആ മെഷീൻ യോഗ്യമായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് ഡ്രോയിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അത് എത്ര സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ചെയ്യാം? സൈസ് മാക്സിമം എത്രയാണ് ഇതിന്റെ? 8x4 നമ്മുടെ മെഷീന്റെ സൈസ്. 8 അടി 4 അടി ഇതാണ് മെഷീന്റെ സൈസ്. പക്ഷെ നമ്മളിവിടെ ഈ മെഷീനിൽ 12 അടി വരെയുള്ള ഷീറ്റ് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. 12 അടിയുള്ള ഷീറ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ACP ഷീറ്റ് 12 അടിന്റെ ഷീറ്റായിരുന്നു ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ് സൈസ് വരുന്നത്? ഇപ്പൊ ചെയ്യാൻ പോണത് 122 ഹൈറ്റും 50 സെന്റിമീറ്റർ വീതി. ഓക്കെ, നേരെ അതിലേക്ക് പോകാം. അപ്പൊ ഇതാണ് മെഷീൻ. ഇപ്പൊ അങ്ങോട്ട് മൂവ് ആയി വരുന്നുണ്ട് അല്ലേ? ഇതിൽ അങ്ങനെ പാസ് ചെയ്യും അല്ലേ? നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് CNC കട്ട് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. കുറച്ച് അലൈൻമെന്റും അതേപോലെ അതിന്റെ പൊസിഷനൊക്കെ ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് അതിനുശേഷം മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം മെഷീനിൽ അതിന്റെ പ്രോസസ്സിങ് കോഡൊക്കെ കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. കുറച്ച് ടൈം എടുത്ത് ഇത് കട്ട് ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ഉണ്ട്. ഇതൊരു അറബിക് സ്റ്റൈൽ പാറ്റേണുകളാണ്. അപ്പോൾ ഈ കാണുന്നത് കുറച്ച് ഇതിൻ്റെ വുഡൻ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇത് നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കാണാം. ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കേണ്ട ആവശ്യമേ ഇത് വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാനലായിട്ട് നമുക്ക് മാറും. നമ്മൾ ജസ്റ്റ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഒരു CNC പാനൽ. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് കേട്ടോ. എല്ലാ മെറ്റലിലാണെങ്കിലൊക്കെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പം പ്രിന്റ് ചെയ്ത് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു പാനലാണ് ഈ കാണുന്നത്. അറബിക് ഡിസൈൻ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് മെഷീനിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇതിൽ ഫിനിഷിംഗ് വർക്കുകളൊക്കെ സ്റ്റിക്കർ എല്ലാം ഊരി കളയാനുണ്ട്. അതെ, അതിന്റെ ശരിയായിട്ടുള്ള ഭംഗി അതിന് വരുള്ളൂ. ആഹാ, ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ കണ്ടു. അപ്പോൾ സാധാരണക്കാരൻ ചെറിയൊരു വീടിന്റെ വർക്കൊക്കെ ചെയ്യാൻ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഷുവറായിട്ടും പോകും. ചെറിയ വർക്കിലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ വലിയ വലിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നത്. ചെറിയ വർക്ക് എപ്പോൾ വന്നാലും നമ്മൾ സ്വീകരിക്കും അല്ലേ? അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇത് 2D കട്ടിങ്. ഇത് 2D കട്ടിംഗ് ആണ്. 2D കട്ടിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഹോൾ കട്ടിംഗ് എന്നും പറയും. പിന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ എൻഗ്രേവിംഗ് വർക്ക്, അതായത് ജസ്റ്റ് കുഴിച്ചെടുത്തിട്ട് ചെയ്യുന്ന വർക്ക്. എൻഗ്രേവിംഗ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് വുഡൻ നെയിം ബോർഡ്സിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നെയിം ബോർഡുകളൊക്കെ വീടുകളുടെ മുമ്പിൽ ഉണ്ടാവുന്ന നെയിം ബോർഡ്സിനൊക്കെയാണ് കൂടുതൽ എൻഗ്രേവിംഗ് വർക്ക് ഉപയോഗിക്കുന്നത്. എൻഗ്രേവിംഗ് വർക്ക്സിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. പിന്നെ കാർവിംഗ് വർക്ക്സ് കൊത്തുപണി. ഒരു കാർവിംഗ് വർക്ക് ചെയ്ത് മൾട്ടിവുഡിൽ ചെയ്തതിന്റെ ഒരു ഇതുണ്ട്. മൾട്ടിവുഡിൽ ചെയ്ത അത്രക്ക് ഫിനിഷിങ് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അത് മരത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് കാർവിംഗ് വർക്കിന് അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടുക. മൾട്ടിവുഡിൽ ചെയ്തത് വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് മൾട്ടിവുഡിൽ കാർവിംഗ് ചെയ്തതാണ്. ഇത് ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷെ ഈ വർക്ക് ശരിക്ക് തേക്ക് അല്ലെങ്കിൽ മഹാഗണി മരത്തിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഭംഗി വരിക അല്ലേ? പോളിഷ് ചെയ്ത് വരുമ്പോൾ പോളിഷിംഗ് എല്ലാം കഴിയുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ ഭംഗി. ഇതൊരു 3D ലുക്കിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? 3D വർക്ക് എന്നും പറയും. നമ്മൾ പറയുന്നത് ഇതിന് 3D വർക്ക് എന്നാണ്. കാർവിംഗ് വർക്കിന് നമ്മൾ 3D വർക്ക് എന്ന് പറയും അല്ലേ? ഓക്കെ. അപ്പൊ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇതിൽ നമ്മൾ ചെയ്യും അല്ലേ? അപ്പൊ ഈ മെഷീനിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മളൊരു വ്യൂവർ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ചാർജ് ആണ്? എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾ പറഞ്ഞത്? റേറ്റ് ഓരോ വർക്കിനും ഓരോ ടൈപ്പാണ്. ചിലവർക്ക് സ്ക്വയർ ഫീറ്റ് വർക്ക് പൈസ വരും. ചിലത് മണിക്കൂർ കണക്കിന് വരും. ഇനി ഇങ്ങനെ ഒന്നുമല്ലാതെ നമ്മളൊരു റേറ്റ് പറഞ്ഞെടുക്കുന്ന വർക്കുകളുണ്ട്. അത് നമുക്ക് സ്ക്വയർ ഫീറ്റ് വർക്കും പറയാൻ പറ്റില്ല, സമയവും പറയാൻ പറ്റില്ല. അത് നമ്മളൊരു റേറ്റ് പറയും. അതിന് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുക. അതായത് ഒരു പർട്ടിക്കുലർ ഡിസൈന് ഇത്ര ചാർജ് ആവുമെന്ന് നമ്മൾ പറയും. ആ സ്ഥലം കണ്ടിട്ട് ആണ് അത് തീരുമാനിക്കുക അല്ലെ? അപ്പൊ നമ്മളെ വ്യൂവേഴ്സ് ഈ കാര്യങ്ങളെല്ലാം കണ്ടു. ഏതെല്ലാം ബിൽഡിങ്ങുകൾ ചെയ്തു, അതുപോലെ കൊമേഴ്ഷ്യൽ ചെയ്തു, വീടുകളിൽ ചെയ്തു, ഇത് എങ്ങനെ പാറ്റേൺ ചെയ്യുന്നു ഒക്കെ കണ്ടു.
അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണോ നിങ്ങളിപ്പോ ചെയ്യുന്നത്? അല്ല, CNC മാത്രമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഏറ്റെടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലേക്കാണ് നമ്മൾ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇന്റീരിയർ ആയിട്ട് എക്സ്റ്റീരിയർ കിച്ചൺ കബോർഡ് അതുമാതിരി എന്ത് വർക്കിനും ഇന്റീരിയർ ആയിട്ടുള്ള എക്സ്റ്റീരിയർ ഗേറ്റില് വർക്കിൽ എല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്റീരിയറിന്റെ A to Z കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് ഡ്രോയിങ് റൂം CNC കട്ടിങ്. അപ്പൊ ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഷാജിഖാനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അല്ലെങ്കിൽ കമ്പനി നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ CNC കട്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ഷാജിഖക്ക് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.